ഹായ് ആൾ, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും സ്റ്റോക്ക് മാർക്കറ്റുമായി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുമായി ബന്ധമുള്ള വീഡിയോസാണ്. എന്നാൽ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഇന്നത്തെ വീഡിയോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഈ ഒരു വീഡിയോയിലൂടെ ബിഗിനേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ബിഗിനേഴ്സ് ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കും. സ്റ്റോക്ക് മാർക്കറ്റിന്റെ തുടക്കം 16-ാം നൂറ്റാണ്ടിലാണ് ആരംഭിക്കുന്നത്. അതായത് ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലുള്ള കമ്പനികൾ പുതിയ വ്യാപാര അവസരങ്ങൾ തേടിയിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഷിപ്പുകൾ അയക്കുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഷിപ്പിലാണ് വാസ്കോ ഡ ഗാമ നമ്മുടെ നാട്ടിലെത്തിയത്. ഇത്തരത്തിലുള്ള ഷിപ്പുകളുടെ യാത്രാ ചിലവ് ഭീമമായതിനാൽ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത്തരം ഷിപ്പുകൾക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ തന്നെ കമ്പനികൾ ഇത്തരം ഷിപ്പുകളുടെ യാത്രാ ആവശ്യങ്ങൾക്കായിട്ട് പബ്ലിക്കിൽ നിന്നും പണം വാങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഷിപ്പുകൾ തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ലാഭം പണം നൽകിയവർക്ക് വീതിച്ചു നൽകുകയും ചെയ്തിരുന്നു. അതായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന കൺസെപ്റ്റിന്റെ തുടക്കം എന്ന് പറയപ്പെടുന്നു. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ 2020-2021 കണക്കുകൾ പ്രകാരം നമ്മുടെ രാജ്യത്ത് 30% താഴെ ആളുകൾ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കേരളത്തിന്റെ കാര്യത്തിൽ അത് 10% താഴെയാണ്. എല്ലാവിധ നിക്ഷേപ തട്ടിപ്പിലും വീഴുന്ന മലയാളികൾ ഇതുവരേക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ വിശ്വസിക്കാതിരിക്കാൻ കാരണം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മയാണ്. അതിനാൽ തന്നെ ഈ വീഡിയോ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ട്രേഡിംഗ് ചെയ്യലാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് കൂടുതൽ ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ട്രേഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു മെത്തേഡ് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അധികം ബോറടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ചുള്ള പുതിയ അറിവുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പേര് മുഹമ്മദ് റാഫി. വെൽക്കം ടു വോൾസ് ആൻഡ് ബോൾസ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സ്റ്റോക്ക് എന്താണ് എന്ന് മനസ്സിലാക്കണം. അതിനായിട്ട് ഒരു ചായക്കടക്കാരൻ്റെ കഥ പറയാം. ഈ ചായക്കടക്കാരന് തൻ്റെ ചായക്കടയിൽ നിന്നും നല്ല വരുമാനം ഉണ്ടായിരുന്നു. തൻ്റെ ചായക്കും പലഹാരത്തിനും വേണ്ടിയിട്ട് ഒരുപാട് ദൂരെ നിന്ന് ആളുകൾ വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ ചായക്കടയുടെ ബ്രാഞ്ചുകൾ പല ഭാഗങ്ങളിലായിട്ട് തുറക്കാൻ തീരുമാനിച്ചു. ബ്രാഞ്ചുകൾ തുറക്കാനായിട്ട് പല ഭാഗങ്ങളിൽ കടമുറി വാടക എടുക്കേണ്ടതിട്ട് വരും. അതുപോലെ തന്നെ ഫർണിച്ചർ, സ്റ്റാഫ്, അത്തരത്തിൽ ധാരാളം ചെലവുകൾ വരും. ഇത്തരത്തിലുള്ള ചെലവുകൾക്കായിട്ട് പണം കണ്ടെത്തേണ്ടതുണ്ട്. പണം കണ്ടെത്താനായിട്ട് അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിലും അദ്ദേഹത്തിൻ്റെ ചായക്കടയിലും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ചായക്കടയുടെ പാർട്ട്ണറാവാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹവും സുഹൃത്തുക്കളും പല ഭാഗങ്ങളിലായിട്ട് ബ്രാഞ്ചുകൾ തുറന്നു. ചായക്കട ഒരു വലിയ വിജയമായിട്ട് മാറി. കിട്ടിയ ലാഭം അദ്ദേഹം തൻ്റെ പാർട്ട്ണർമാരായ സുഹൃത്തുക്കളുമായിട്ട് പങ്കിട്ടു. അങ്ങനെ ചായക്കടക്കാരൻ്റെ കോൺഫിഡൻസ് ഒന്നുകൂടി കൂടി. തൻ്റെ ചായക്കട ഇന്ത്യ മുഴുവൻ ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളായ പാർട്ട്നേഴ്സുമായി ഈ കാര്യം സംസാരിച്ചു. ഇന്ത്യ മുഴുവൻ ചായക്കട ഉണ്ടാവണം എന്ന ആഗ്രഹം സുഹൃത്തുക്കൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതിനായിട്ട് ഒരുപാട് വലിയ മൂലധനം ആവശ്യമായിട്ട് വരും. ആവശ്യമായി വരുന്ന മൂലധനത്തിന്റെ പകുതി പണം അവർ കണ്ടെത്തി. ബാക്കി 50% പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും കണ്ടെത്താമെന്ന് അവർ തീരുമാനിച്ചു. അതിനായി ബാക്കി വരുന്ന 50% ചെറിയ സ്റ്റോക്കുകളാക്കി മാറ്റിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു പബ്ലിക് പാർട്ട്ണർമാരെ ക്ഷണിച്ചു. ഇത്തരത്തിൽ ലിസ്റ്റഡ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഒരംശത്തെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിനെ നമുക്ക് ഒരു സ്റ്റോക്ക് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഇതേ രീതിയിൽ ഒരുപാട് കമ്പനികൾ അവരുടെ പുതിയ ആശയങ്ങൾ, പ്രൊജക്റ്റുകൾ ഒക്കെ നടപ്പിൽ വരുത്താൻ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക്കിൽ നിന്നും പാർട്ട്ണർമാരെ ക്ഷണിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ക്ഷണിക്കുന്ന കമ്പനികളാണ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ്. ഇത്തരത്തിൽ കമ്പനീസ് ലിസ്റ്റ് ചെയ്യുന്ന പ്ലേസിനെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള 2 സ്റ്റോക്ക് മാർക്കറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. ഒന്നാമത്തേത് NSE അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, രണ്ടാമത്തേത് BSE അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവ കൂടാതെ കമ്മോഡിറ്റി അതുപോലെ തന്നെ കറൻസിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് NCX, NCDX, ICEX എന്നീ മാർക്കറ്റുകളും ഇന്ത്യയിലുണ്ട്. എന്നാൽ ഈ എക്സ്ചേഞ്ചുകളിൽ നിന്നൊന്നും സാധാരണക്കാർക്ക് നേരിട്ട് സ്റ്റോക്ക് വാങ്ങാൻ സാധിക്കില്ല. അതിനായിട്ട് ഒരു ഇടനിലക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രോക്കറുടെ സഹായം ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ബ്രോക്കേഴ്സിന് ഉദാഹരണമാണ് ഏഞ്ചൽ വൺ, സെറോദ, അപ്സ്റ്റോക്സ്, IFL, ആലീസ് ബ്ലൂ, ജിയോജിത്ത് തുടങ്ങിയവ. ഇന്ന് ഇന്ത്യയിൽ ഇത്തരത്തിൽ എണ്ണിയാൽ തീരാത്ത ബ്രോക്കേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബ്രോക്കേഴ്സിന്റെ ഫ്രാഞ്ചൈസീസ് എടുത്തിട്ടുള്ള ആളുകളാണ് സബ് ബ്രോക്കേഴ്സ്. ഇത്തരത്തിലുള്ള സബ് ബ്രോക്കേഴ്സാണ്
റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ സാധാരണക്കാരെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ക്ഷണിക്കുന്നത്. ഞാൻ അടക്കമുള്ള സാധാരണക്കാരായ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക ഇത്തരത്തിലുള്ള സബ് ബ്രോക്കേഴ്സിന്റെ സഹായത്തോടെ ആയിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 അക്കൗണ്ട് ആവശ്യമായിട്ട് വരും. ഒന്നാമത്തേത് ഡിമാറ്റ് അക്കൗണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്കുകൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഡിജിറ്റൽ അൽമാരയാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട്. രണ്ടാമത്തേത് ട്രേഡിംഗ് അക്കൗണ്ട്. നമുക്ക് ഇൻവെസ്റ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് ഇത്. ഇവ രണ്ടും നമുക്ക് ഒരു ബ്രോക്കറിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഒരു സബ് ബ്രോക്കറിന്റെ സഹായത്തോടെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നല്ല ഒരു ബ്രോക്കറിന്റെ ട്രേഡിംഗ് അക്കൗണ്ട് ആവശ്യമുണ്ട് എങ്കിൽ ഞങ്ങളുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് പറയാം. ഒന്ന് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, രണ്ടാമത്തേതായിട്ട് വരുന്നത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്, മൂന്നാമത്തേതായിട്ട് ട്രേഡിംഗ്. ഇതിൽ ട്രേഡിംഗ് പലതരത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡിംഗ്, F&O തുടങ്ങിയവ. ഇനി നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരാം. ഇന്ന് ലോകത്ത് സ്റ്റോക്ക് മാർക്കറ്റ് വഴി വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം തന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സാണ്. ഒരു സ്റ്റോക്ക് ബൈ ചെയ്ത് ഒരു വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നതിന് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാം. സാധാരണ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോക്ക് ബൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ശരിയായ കാരണമില്ലാതെ സ്റ്റോക്ക് സെല്ല് ചെയ്യാറില്ല. ഒരു സ്റ്റോക്കിനെ കുറച്ച് സമയത്തേക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് സെല് ചെയ്യുന്നതിന് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാം. ഇനി ട്രേഡിങ്ങിലേക്ക് വരാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൊമെന്റ് മാത്രം നോക്കിയിട്ട് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുക അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നതിന് ട്രേഡിംഗ് എന്ന് പറയാം. ഇതിൽ ഇൻട്രാഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മാർക്കറ്റ് ഡേക്കകത്ത് അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ സ്റ്റോക്കിനെ ബൈ ആൻഡ് സെൽ ചെയ്യുന്നതിന് ഇൻട്രാഡേ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അതായത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 3:30 വരെയുള്ള സമയത്തിനുള്ളിൽ സ്റ്റോക്ക് ബൈയും സെല്ലും ചെയ്യുന്ന രീതിയാണ് ഇത്. അതുപോലെ തന്നെ ഇൻട്രാഡേക്കകത്ത് നമുക്ക് ഷോർട്ട് സെല്ലിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് മൊത്തം നഷ്ടപ്പെടുന്നതും ഇൻട്രാഡേ വഴിയാണ്. ട്രേഡിങ്ങിന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും ഒരു മിശ്രിതമാണ് സ്വിംഗ് ട്രേഡിംഗ്. പ്രൈസ് ഡൗൺ ആകുമ്പോൾ വാങ്ങുകയും ഇൻക്രീസ് ആകുമ്പോൾ വിൽക്കുകയും വീണ്ടും ഡൗൺ ആകുമ്പോൾ വീണ്ടും വാങ്ങുകയും ചെയ്യുന്ന രീതിയാണ്. ഒരു സ്റ്റോക്കിന്റെ ഭാവി പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്ത് ആ സ്റ്റോക്കിൽ ബെറ്റ് വെക്കുന്നതിന് സമാനമായിട്ടുള്ള രീതിയാണിത്. F&O കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. F&O കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ആളുകൾ പണം ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ് ഇൻവെസ്റ്റ്മെന്റും ട്രേഡിങ്ങും. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനമാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ നല്ലതും ചീത്തയുമായുള്ള എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇതോടെ പൂർണ്ണമാവുകയാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സൈനിങ് ഓഫ്.